നമ്മൾ ഈ പ്ലോട്ട് റോഡ് ലെവലിൽ നിന്ന് താഴേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തപ്പോൾ ഫുള്ള് ഉയർത്തിയിട്ട് നമ്മൾ സാധാ വീട് ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ അങ്ങനെ നമ്മൾ പിന്നെ അത് ഇവിടെ വന്നൊക്കെ നോക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസ് ആണ് ഇങ്ങനെ ഇത്രയും ഹൈറ്റിൽ ഇതാക്കി എടുക്കാൻ. പിന്നെ എന്ത് ചെയ്യാന്നുള്ളത് നമ്മൾ ഇവരായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഇവർ പറഞ്ഞൊരു ഐഡിയ ആയിരുന്നു, പോർച്ച് മാത്രം ഹൈറ്റിലാക്കിയിട്ട് ബാക്കി അവിടുന്ന് കുറച്ച് സ്റ്റെപ്സ് കൊടുത്തിട്ട് നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങുന്ന രീതിയിലാക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മുറ്റം നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതന്നെ ഇങ്ങനെ ഈ ഒരു കുറച്ച് താഴെ ആയതുകൊണ്ടാണ്. അവിടെ ഒരു റോഡാണെന്നുള്ള അതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ നോയ്സ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും നമുക്ക് ഇവിടെ വരുന്നില്ല. ODF കോഴിക്കോട് ഫറൂഖിലുള്ള ടീം അവരാണ് ഇത് ചെയ്തിട്ടുള്ളത്. എൻ്റെ പേര് സാഹിർ എന്നാണ്. എൻ്റെ വൈഫാണ് ഷാഹിന. മലപ്പുറം മുണ്ടക്കോട് എന്ന് പറയും ഈ സ്ഥലത്തിന്. അപ്പം ഒരു വീടുണ്ടാകും, വലിയ വീടല്ല നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്, ചെറിയൊരു വീട്. അപ്പം നമുക്കൊരു ചെറിയ പ്ലോട്ട് ഇവിടെ ഉണ്ടെന്നുണ്ടപ്പോൾ അതിലൊരു വീട് കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ തൊട്ടടുത്ത് ഇവരുടെ തന്നെ ഈ ODF പ്രീഫാബ് ചെയ്യുന്ന ടീം ഇവിടെ ഞാനത് കണ്ടിരുന്നു. അപ്പോൾ അവരെ ഞാൻ കൺസൾട്ട് ചെയ്തു. അവർ പറഞ്ഞത് പെട്ടെന്ന് തീർക്കാൻ പറ്റും എന്നുള്ള. ഓൾമോസ്റ്റ് ഇത് പെട്ടെന്ന് തീർന്നിട്ട് തന്നെ ഉണ്ട്. ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ തീർന്നിട്ടുണ്ട്. എല്ലാത്തിനും പ്രത്യേക സെക്ഷൻ ആയിട്ടുള്ള ടീം തന്നെയാണ് എല്ലാത്തിനും ഉള്ളത്. കമ്മ്യൂണിക്കേഷനും എല്ലാം ഫ്രണ്ട്ലി ആയിട്ടുള്ള തന്നെയാണ് അവരുടെ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞത് മനസ്സിലാക്കി തരുന്നുണ്ട്. തുടക്കം തൊട്ട് അവർ ഫ്ലോർ പ്ലാനിങ്, അതിൻ്റെ ഡിസൈനിങ്, 3D എല്ലാം അവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മനസ്സിലെന്താണോ ആഗ്രഹിച്ചത് ആ ഒരു രീതി തന്നെയാണ് ഇവരെ പ്ലാൻ വന്നപ്പോൾ ഉണ്ടായത്. പിന്നെ എക്സ്റ്റീരിയറിന് നമ്മൾ അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല, കാരണം ഈ പ്ലോട്ട് കുറച്ച് താഴെ ആയതുകൊണ്ട് തന്നെ അത്ര പുറത്തുനിന്ന് അങ്ങനെ വലിയൊരു ഷോ വരില്ല. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലായിരുന്നു. ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ അധികം ഡോറുകളൊന്നുമില്ല, ബെഡ്റൂംസിന് മാത്രമേ നമ്മൾ ഡോറുകൾ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ഒരുപാട് ഗ്ലാസിൻ്റെ നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും സൺലൈറ്റ് നമുക്ക് ഈ ഒരു ഹാളിൽ സൺറൈസ് മുതൽ സൺസെറ്റ് വരെ ഇവിടെ നമുക്ക് ലൈറ്റിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇവിടെയാണെങ്കിലും കിച്ചണിലാണെങ്കിലും ഒക്കെ നമുക്ക് നല്ലൊരു സൺലൈറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് പോലെ ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അത് ഞാനൊരു വീഡിയോയിൽ കണ്ടതായിരുന്നു. ആ ബ്രിഡ്ജ് വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്ക് ഫുള്ള് കാണുന്നതും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ കിച്ചണിക്കും എല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കാണിച്ചത്. പക്ഷേ നമ്മളെ പ്ലോട്ടിൽ അത് ചേരൂലായിരുന്നു. അങ്ങനെ പിന്നെ അവർ ആ പ്ലാന് അതന്നെ ഒന്ന് മാറ്റിയിട്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നത്. കഴിഞ്ഞ് വന്നപ്പോൾ ഈ ബ്രിഡ്ജും ഇതൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇൻറ്റീരിയർ ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മളൊരു മിനിമൽ ഇൻറ്റീരിയർ ആണ് ഇവിടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഫർണിച്ചറൊക്കെ നമ്മൾ അതിനനുസരിച്ച് മിനിമൽ ഡിസൈനിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഭയങ്കര ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മളെ പെയിൻറ്റിങ് ആണെന്നുണ്ടെങ്കിലും കളേഴ്സ് എല്ലാം നമ്മൾ ഒരു വാം ടോണിൽ വരുന്ന കളേഴ്സ് മാത്രമേ ചൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരുപാട് കളേഴ്സ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാണുമ്പോൾ ഒരു ഹെവി ലുക്ക് തോന്നരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മളെ വീടിൻ്റെ പാഷ്യോ വന്നിട്ടുള്ളത് ഹാളിൽ നിന്നാണ് എൻട്രൻസ് എങ്കിലും കിച്ചൻ്റെ ഫ്രണ്ടിലേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ടേബിൾ വേണം, 2 ചെയർ ഇടണം, ഞങ്ങൾക്ക് 2 ആൾക്കും ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് അവിടെ ഇരിക്കാൻ പറ്റണം. ഇതന്നെയാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ ഒരുപാട് എപ്പോഴും ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്ന ആളാണ്. അപ്പോൾ അതിന് പറ്റുന്നൊരു സ്പേസ് എന്തായാലും ഇവിടെ വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഞാൻ അവിടെ ചെടികളും ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. ഞാൻ മെയിനായിട്ട് കിച്ചണിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അവരെടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റോറേജിന് മാക്സിമം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പറ്റുന്നിടത്തൊക്കെ നമ്മൾ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കിച്ചണിലാണെന്നുണ്ടെങ്കിൽ ക്യാബിനറ്റ്സിൻ്റെ മേലേക്ക് നമുക്ക് ലോഫ്റ്റും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാതും ഞാൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. പിന്നെ ഈ കിച്ചണിൽ നമ്മൾ ഈ ഒരു ഹാളിൽ നിന്ന് കിച്ചണിൽ സെപ്പറേറ്റ് ചെയ്യുന്ന നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ നമ്മളൊപ്പം ഒരാൾക്ക് അവിടെ ഇരുന്ന് വർത്താനം പറയാൻ പറ്റണം. നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം, എല്ലാവർക്കും ഇരിക്കാൻ പറ്റണം. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ പെട്ടെന്ന് കയറി ഇരിക്കാനും നോർമൽ ഡൈനിങ് ടേബിളൊക്കെ വരുന്ന ആ ഒരു ഹൈറ്റിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള എൻ്റെ റൂം തന്നെയാണ്. പിന്നെ എൻ്റെ റൂമിൽ എനിക്ക് ചൂസ് ചെയ്യാൻ ആകെ തന്നൊരു ഓപ്ഷൻ റൂമിൻ്റെ കളറേനു. വേറെ ഒന്നും എന്നെ ചൂസ് ചെയ്യാൻ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതിൽ തന്നെ വീടിൻ്റെ കളർ പാലറ്റിനനുസരിച്ച് ഒരു കളർ ചൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് ഗ്രേ ആയിരുന്നു. നോർമലി ഭയങ്കര ബ്രൈറ്റ് കളേഴ്സിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. അതായത് എനിക്ക് പെട്ടെന്ന് അത് ഭയങ്കര കണ്ണുകുതിരം വരെയൊക്കെ തോന്നും. സോ ഐ ചൂസ് ഗ്രേ. അതിൽ ഗ്രേ ചൂസ് ചെയ്ത സമയത്ത് മമ്മ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. കാരണം മമ്മ പറഞ്ഞു റൂമിൽ കയറുമ്പോൾ തന്നെ ഒരു ഡാർക്ക് ഫീൽ വരും, ഒരു നെഗറ്റീവ് എനർജിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡിസ്കറേജ് ചെയ്തു. പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ആകെ ചൂസ് ചെയ്യാൻ തന്നത് കളറാണെങ്കിൽ എനിക്കത് ഗ്രേ മതി പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് തുടങ്ങിയത്. ആൻഡ് ആഫ്റ്റർ കൺസ്ട്രക്ഷൻ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും ഹാപ്പിയായി. ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കുറച്ച് ഡാർക്ക് ഷെയ്ഡിലുള്ള കർട്ടൻ വന്നു. പിന്നെ കബോർഡ് ആണെങ്കിലും സൈഡ് ടേബിളിൻ്റെ മേലെ വരുന്ന ക്യാബിനറ്റും എല്ലാം ഒബ്വിയസ്ലി ആ ഒരു റൂമൊക്കെ കയറുമ്പോൾ തന്നെ ഞാൻ ഡ്രീം ചെയ്ത ഒരു ബെഡ്റൂം കിട്ടിയാൽ ഭയങ്കര ഹാപ്പിയാണ്.
ഇവിടെ 3 റൂമും 3 കളറിലാണ്. ഈ 3 കളറും ഞങ്ങളുടെ പാലറ്റിലുള്ള തന്നെയായിരുന്നു. ഒരു മാസ്റ്റർ ബെഡ്റൂം ഗ്രീൻ കളറിലാണ്, ആൻഡ് എൻ്റെ ബ്രദറിൻ്റെ ബെഡ്റൂം ഉള്ളത് ഒരു ബേജ് ഷെയ്ഡിലും എൻ്റെത് ഗ്രേ ഷെയ്ഡിലുമായിരുന്നു. അപ്പോൾ ഒരു റൂം ഓരോ കളറിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഫേർണിച്ചേഴ്സ് ചൂസ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഷോ പീസുകൾ ചൂസ് ചെയ്യാനാണെങ്കിലും ഒക്കെ ഭയങ്കര ഹാൻഡ് പിക്ഡ് ആയിരുന്നു എല്ലാവരും. ഇപ്പം നമ്മൾ ചെയ്ത വർക്കിലും ഇപ്പം നമ്മളെ പറഞ്ഞു കൊടുത്ത എല്ലാവരും നല്ലൊരു സഹകരണത്തിലായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇൻറ്റീരിയർ ചെയ്തവരാണെങ്കിലും എല്ലാവർക്കും ചെയ്ത ആൾക്കാർ നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവരും എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഇതിൽ നമുക്കും നല്ല കംഫർട്ടാണ് യൂസ് ചെയ്യാൻ. നമ്മൾ ഹാപ്പിയാണ്. മാഷാഅല്ലാഹ്, നമ്മളെല്ലാവരും ഹാപ്പിയാണ്.